എന്തിനാ ചേച്ചെടുത്തിട്ട് അടിക്കുന്നേ? നീ കണ്ടില്ലേ ഇവള് കിടന്ന് കരയുന്നേ? ഇവളെ ഇച്ചിരി മുതിർന്ന വെച്ചില്ലേ? രണ്ടുകൂടെ ഏത് സമയം അടി കൂടക്കവാ. എന്ത് ചെയ്യാനാ? ഇവളെ കരയിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റ എടുത്തിട്ട് അടിച്ചേ. ഇപ്പൊ കുഞ്ഞാറ്റ ഇടുന്ന ആരടിക്കണം അന്നേരം? അമ്മേനെ അടിക്കണം. ആ ഇവളുടെ സ്വഭാവം അറിയാല്ലേ? എന്തെങ്കിലും ചെറിയ കാരണം മതി കിടന്ന് കരയാൻ. അതിന് കൊച്ചിനെ എടുത്തിട്ട് അടിക്കുന്നത് എന്തിനാ? എന്തോ കാര്യം വന്ന് എടുത്തിട്ട് അടിയാ. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരെ അടിച്ച് തന്നെ വളർത്തണം. എന്തേലും ഒക്കെ ചെയ്. അല്ല നീ ഓഫീസിൽ നേരെ ഇങ്ങോട്ട് പോരുന്നോ? വീട്ടിൽ കയറിയില്ലേ? ഇരിക്കാണെ നല്ല തലവേദന. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവം കാരണം അത് പിന്നെയും കൂടുമെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ അതിനേക്കാൾ കഷ്ടമാണ്. എന്നാ നിക്ക്, ചായ ഇട്ട് തരാം. എനിക്ക് വേണ്ട ചായ, ഞാൻ പോവാ. അമ്മ ആ ചായ എനിക്ക് ഇട്ടാ അമ്മ. ഇപ്പൊ നിനക്ക് അറിയണ്ടേടി. ഇനി ഞാൻ എന്തിനാ അറിയുന്ന? ചേച്ചിക്ക് അടിയിട്ട് കഴിയില്ലേ? ഡീ നീ തലവേദന എടുക്കുന്നേ, വെറുതെ എന്നെ കിടന്ന് വിളിക്കില്ലേ? ഞാൻ കിടക്കാൻ പോവാ. അവൻ വന്നില്ലയോ? അവനോട് രഘുവിന്റെ വീട്ടിൽ പോയിട്ട് വരാൻ പറ. അവന് തലവേദന എടുക്കുന്നെന്ന്. എന്തെത്ര തലവേദന? പോയിട്ട് വരാൻ പറ. വിഷ്ണു, നിന്നെന്തോ അച്ഛൻ വിളിക്കുന്നത്. എന്തോ അമ്മേ? എനിക്കറിയത്തില്ല, നീ പോയി ചോദിച്ചു. എന്തോ കാര്യം ചോദിക്കും. രഘുവിന്റെ വീട് വരെ പോയിട്ട് വരാൻ. അമ്മ എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അച്ഛനടുത്ത് പോയി പറ. അവനിപ്പോ പാമയ്യാന്ന്. അല്ലെങ്കിൽ അവൻ ഞാൻ പറഞ്ഞ അനുസരിക്കോ? അവൻ ജോലി കിട്ടിയ അഹങ്കാരമല്ലേ? പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെങ്കിൽ എന്തോ ചെയ്യാനാ? കാണിച്ചു തരാം ഞാൻ.